ഇത് പ്രസ് ക്ലബ്ബാണ്, ഇത് പ്രസ് ക്ലബ്ബാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഭീഷണിയൊന്നും വേണ്ട, ഭീഷണിയൊന്നും വേണ്ട, ഭീഷണിയൊന്നും വേണ്ട. ഞാൻ പറയട്ടെ, ഞാനൊരു 10-16 വയസ്സായപ്പോൾ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ. അന്ന് ഞാൻ വരണ്ടിട്ടില്ല. പിന്നല്ലേ 10-18 വയസ്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 10-18 വർഷമായിട്ട്. അങ്ങനൊന്നും വരട്ടണ്ട. കൈവച്ചിരുന്നാ മതി. വരട്ടണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്റെ പൊന്നു സഹോദര, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം? ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം നിങ്ങൾ അല്ല, ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം എന്താ? ഞാൻ മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ. നിങ്ങളുടെ അതിഥിയാ, നിങ്ങളുടെ വായിരിക്കുന്ന കേൾക്കാൻ വന്ന ആളല്ല. ഞാൻ മോശമായി പറഞ്ഞ വാക്ക് പറ. ഞാൻ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്ക് നിങ്ങൾ പറ. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒരു അൺപാർലമെന്ററി വാക്ക് പറ. ഞാൻ ഈ മാധ്യമ സമ്മേളനം 50 വർഷമായിട്ട് നടത്തി, 50 മിനിറ്റായിട്ട് നടത്തി. നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ പിണറായി വിജയൻ പറയുന്നതിൻ്റെ കൂട്ട് നിങ്ങളെ വിളിച്ചെടുത്തിട്ട് ചെറ്റത്തരം നിങ്ങൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? അല്ലല്ല, ഞാൻ തീർക്കട്ടെ. ചെറ്റത്തരം നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരമാണ് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് നിങ്ങളോട് ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ പിണറായി വിജയൻ പറഞ്ഞ വാക്ക് അമാന്യമാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഞാൻ പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞതല്ലാതെ അമാന്യമായ ഒരു വാക്ക് പറ. ഞാൻ അങ്ങയോട് ചെറ്റത്തരം എന്ന് പറഞ്ഞോ? അങ്ങ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരമാണ്, മാധ്യമ പ്രവർത്തനമല്ല എന്ന് ഞാൻ പറഞ്ഞോ? എന്ത് പ്രകോപനം ഉണ്ടാക്കിയേ? അങ്ങാണ് കുറെ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയത്. അങ്ങാണ് കുറെ നേരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വരട്ടലൊക്കെ 8 മടക്കി കൈവച്ചാൽ മതി. പത്തനംതിട്ടയിൽ വലിയ വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് UDF ഉണ്ടാകും. അതായത് ഒരു ആശങ്കയും വേണ്ട. ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന് വേറൊരു കാരണം ഞാൻ പറയാം. വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന് എൻ്റെ 2 റീഡിംഗ് ഞാൻ പറയാം. ഒന്ന്, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ലിസ്റ്റ് ക്ലീൻ ലിസ്റ്റായിരുന്നു. മരണപ്പെട്ടവരുടെയും നാട്ടിലില്ലാത്തവരുടെയും ലിസ്റ്റ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ളൊരു ക്ലീൻ ലിസ്റ്റായിരുന്നു 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പം ലിസ്റ്റ് ക്ലീൻ അല്ല. അതിന് പല അജണ്ടകൾ ഉണ്ടാകാം. ലിസ്റ്റ് ക്ലീൻ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള ആളുകളുടെ എണ്ണം, ജീവനോടെയോ നാട്ടിലോ ഉള്ള ആളുകളുടെ എണ്ണം ആനുപാതികമായിട്ടുള്ള വോട്ടർ പട്ടികയല്ല ഒന്നും വന്നിട്ടുള്ളത്.